മുടിക്കുള്ളവരുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ കട്ട് വീഡിയോ ആണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. എൻ്റെ മുടിയിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യം നമ്മുടെ മുടിയിലെ കെട്ടെല്ലാം കളഞ്ഞ് മുടി നല്ല ഫ്രീ ആക്കി എടുക്കാം. ഫ്രീ ആക്കി എടുത്തതിന് ശേഷം മുടിയെല്ലാം ഫ്രണ്ടിലോട്ടിടുക. ഫ്രണ്ടിലോട്ടിട്ടിട്ട് ഇതുപോലെ തന്നെ നമ്മൾ മുടിയിൽ കെട്ടൊന്നും ഇല്ലയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഒരു ഹെയർ ബാൻഡ് എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കെട്ടിയെടുക്കാം. കെട്ടിയെടുത്തിട്ട് ജസ്റ്റ് ചീപ്പ് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് വലിച്ചതിന് ശേഷം ഒരു കത്രിക എടുത്തിട്ട് നിരപ്പാക്കി നമ്മൾ വെട്ടുക. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം മുടി ബാക്കിലോട്ടിടുക. ബാക്കിലോട്ടിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് പിന്നെ ഒന്ന് ചീകി കൊടുക്കുക. ചീകി കൊടുത്തിട്ട് നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ കെട്ടത്തില്ലേ രണ്ട് സൈഡിൽ, അതുപോലെ മുടി ഒന്ന് ഫ്രണ്ടിലോട്ട് രണ്ട് സൈഡ് വകുപ്പെടുത്തിട്ടിടുക. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ടിൽ നിന്ന് അതായത് നമ്മൾ ഫേസോട് ചേർത്ത് മുടി ചീകിയിട്ട് അതായത് മുകളിൽ നിന്ന് താഴേക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനിപ്പോൾ സ്ട്രെയിറ്റ് വേണം, ചെറുതായി വലുതായി പോയി അങ്ങനെ അതൊന്നും കുഴപ്പമില്ല. ജസ്റ്റ് അങ്ങനെ ഒന്ന് ആ ഒരു ആംഗിളിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമുക്ക് ഒരു ലെയർ കട്ട് ആയതുമായി നമ്മൾ മുടി ബാക്കിലോട്ട് ഇടുമ്പോൾ എന്നാൽ മുടിക്ക് ഉള്ളു കുറഞ്ഞിട്ടും ഇല്ല. ഓക്കെ, ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ മുടിക്ക് അത്യാവശ്യം ഉള്ളു കുറവാണ്. ഞാൻ ചെന്നൈയിലോട്ട് വന്നതിന് ശേഷം എൻ്റെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്തത്. ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം എനിക്ക് തന്നെ ഒന്ന് മുടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഹെയർ കട്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ, ചിലപ്പോൾ മുടിക്കുള്ള കുറവില്ലല്ലോ, ഞാൻ ചെയ്ത വൃത്തികേടാവില്ല എന്നൊക്കെ തോന്നുന്നവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ